GTS എക്സ്പ്രസ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്, വോയിസ് ഓവറും നമ്മൾ വ്ളോഗായിട്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് പറയൂ? ആലപ്പുഴ. ശരി. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ട്രെയിൻ ഏതാണെന്ന് വെച്ചാൽ ഗുരുവായൂരിൽ നിന്ന് രാവിലെ 3 സംതിങ്ങിന് എടുക്കുന്ന ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അപ്പോൾ അതിൻ്റെ അടുത്ത് പുതിയതായിട്ട് LHB കോച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് എവിടെ വരെയാണ്? ട്രിവാൻഡ്രം സെൻട്രൽ. നമ്മൾ ഇപ്പോൾ സമയം 6:05, വണ്ടി ഇച്ചിരി ഡിലേ ആണ്, എറണാകുളം വിട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൊട്ട് മുമ്പ് അന്ത്യോദയ എക്സ്പ്രസ് പോയിട്ടുണ്ടായി. അതിൻ്റെ ഒപ്പം തന്നെ 6 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ ധാൻബാദ് എക്സ്പ്രസ്സും പോയിട്ടുണ്ടായി. അതാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള അപ്ഡേറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 6:40 അടുത്താവും. 6:30 ആകുമ്പോഴേക്കും നമ്മുടെ ഇൻ്റർസിറ്റി എത്തും. നമ്മൾ ജനറലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്കായത് 70 രൂപ. നമ്മൾ 2 പേരുണ്ട്, ഒരു കൂട്ടുകാരനും ഉണ്ട്. അവരെ പയ്യെ നമുക്ക് വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ 140 രൂപയായി ടിക്കറ്റിന്. അപ്പോൾ നമുക്ക് ഇനി ട്രെയിൻ പറ്റേ. ഓക്കെ, ഇതാണ് ഇപ്പോൾ ആലപ്പുഴ സ്റ്റേഷൻ്റെ ഒരു ഔട്ടർ സെക്ഷൻ. അവിടെയാണ് മെയിൻ എൻട്രൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിൻ ഇപ്പോൾ സമയം 6:17, വണ്ടി 6-7 മണി അടുത്താവും. ലേറ്റാണ് ഇച്ചിരി. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ സമൂസയും ഉഴുന്നരം മേടിച്ചു. ഇത് ഫ്രണ്ടിലത്തെ ഹോട്ടൽ എയ്ഡൻ. കുറേ ഹോട്ടലുണ്ട്, കണ്ടപ്പോൾ മേടിച്ചതാണ്. ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ വരാനുള്ള വണ്ടി എന്ന് വെച്ചാൽ എറണാകുളം എക്സ്പ്രസ് ഉണ്ട് എറണാകുളം സൈഡിലേക്ക്, പിന്നെ നമ്മുടെ ട്രെയിൻ ഇൻ്റർസിറ്റി. അപ്പോൾ നമുക്ക് ഇനി പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഓക്കെ, പ്ലാറ്റ്ഫോം നമ്പർ 1 ആ സൈഡിലാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 3 കിടക്കുന്നത് എറണാകുളത്തേക്ക് പോകേണ്ട മെമോ ആണ്. അത് 7:25 മെമോ, ആലപ്പുഴ എറണാകുളം മെമോ. എറണാകുളം വണ്ടിയിൽ കോച്ചിൻ്റെ ഇത് പറയുകയാണെങ്കിൽ സെക്കൻഡ് സിറ്റിങ്ങും AC ചേർക്കാറും പിന്നെ ജനറൽ കോച്ച്. അപ്പോൾ ജനറൽ കോച്ച് കുറേ ഉണ്ട്, ഫ്രണ്ടിലും ബാക്കിലായിട്ട് 4 വെച്ച് 5 വെച്ച് എന്തുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ച് കിടക്കാം. അവിടെ പോയിട്ട് ബാക്കി പറയാം. സത്യം പറഞ്ഞാൽ നമ്പർ ട്രെയിൻ 6:15 ആലപ്പുഴ എത്തേണ്ടത്. പക്ഷേ അതിന് മുന്നിലോടണം മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ് ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ലേറ്റ് ആയി. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു 7 മണിയാകുമ്പോഴേക്ക് എത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ അനൗൺസ്മെൻറ്റ് നടക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 2 വരാൻ പോകുന്ന ട്രിവാൻഡ്രം മംഗലാപുരം എറണാകുളം എക്സ്പ്രസിൻ്റെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എറണാട് വന്നിട്ട് നമ്മുടെ മൈസൂർ കൊച്ചുവേളി കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1 വരുമോ. എറണാകുളം എക്സ്പ്രസ് എത്തി 5 മിനിറ്റായി. ഇപ്പോൾ അത് അവിടെ നിന്ന് മൈസൂർ കൊച്ചുവേളി കയറി വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇവിടെ വന്നാലേ ഇവർക്ക് ഈ എറണാകുളത്തിന് പോകാൻ പറ്റില്ല, കാരണം സിംഗിൾ ട്രാക്ക് ആണല്ലോ. അപ്പോൾ മൈസൂർ കൊച്ചുവേളി ഏതാണ്ട് 1.5 മണിക്കൂർ അടുത്ത് ഡിലേ ആണ്, കാരണം 5:15 തന്നെ വണ്ടി ചെയ്തു. ഇപ്പോൾ 6:41. ഇത് വന്നിട്ട് ഇത് പോയിട്ട് വേണം നമ്മളെ ട്രെയിൻ വരാൻ. നല്ല ലേറ്റ് ആവും. ട്രിവാൻഡ്രത്തുമ്പിൽ എത്ര മണിയാണെന്ന് അറിയില്ല. 9:40 സമയം. അതേ മൈസൂർ കൊച്ചുവേളിയാണ് കയറി വരുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 2 എറണാകുളം എക്സ്പ്രസ് എടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുമായിരിക്കും. കാരണം ഇതുകൊണ്ട് കയറിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ഒറ്റയടിക്ക് പോവാം. ഇപ്പം തന്നെ ഈ വണ്ടി എടുക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി പുറകിൽ. മൈസൂർ കൊച്ചുവേളി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ്റെ വരവാണ്. ആരുടെ? ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ജനറൽ തിരക്കണം കേട്ടോ.
നമ്മൾ എത്ര മണിക്ക് എത്തിയത് ഇവിടെ? ഒരു 5:50 എത്തി. 5:50 എത്തി. ഇപ്പോൾ എത്ര സമയം? 7:10. 7:10. വെറുതെ നേരത്തെ അറിയാം. മറ്റേ മൈസൂർ കൊച്ചുവേളി ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ലേറ്റ് ആയി. 7:15 ആകുമ്പോഴേക്ക് എത്തുമെന്നാണ് പറയണത്. നോക്കാം. അപ്പോൾ തിരക്ക് നോക്കിയാൽ ജനറലി അത്യാവശ്യം തിരക്കായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എത്തുന്നത് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ. നോക്കാം, മോട്ടറിൽ പിടിക്കാൻ നോക്കാം അല്ലേ? യെസ്, സൂര്യനെ കാണാം. ഇവിടെ സൺറൈസ് ആയിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും പാലക്കാട് ജംഗ്ഷൻ പാലക്കാട് will arrive shortly on LFE station, platform number 2. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 16332 തിരുവനന്തപുരത്തു നിന്നും പാലക്കാട് ജംഗ്ഷൻ വഴി മുംബൈ CST വരെ പോകുന്ന തിരുവനന്തപുരം മുംബൈ എക്സ്പ്രസ് ആലപ്പുഴ എടുത്തു 3 മിനിറ്റ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ആലപ്പുഴ ബൈ ആലപ്പി. നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ലക്ഷ്യം വെച്ച് പോകുന്നു. ഓക്കെ, അമ്പലപ്പുഴ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ഡബിൾ ലൈനായിട്ട് പോകണം. കായംകുളത്തിയപ്പോഴേക്കും ബാംഗ്ലൂർ സബരി ബാംഗ്ലൂർ ട്രിവാൻഡ്രം നോർത്ത് ഹംസഫർ പ്ലാറ്റ്ഫോം നമ്പർ ആക്കി കിടക്കുന്നുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 3 കയറിയത്. 4 ഹംസഫർ എക്സ്പ്രസ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതാദ്യം ഇവിടെ പക്ഷേ നമ്മൾ അത്യാവശ്യം ലേറ്റാണ്. നമ്മൾ തന്നെ കയറ്റി വിട്ടു. ഇവിടെ കായംകുളം ജംഗ്ഷൻ വരാൻ കാരണം 3 സ്ഥലത്തു നിന്നുള്ള ലൈൻ വേണ്ടിയിട്ട്. ഒന്ന് ട്രിവാൻഡ്രം സൈഡിലേക്ക് നമ്മൾ പോണ ലൈൻ, പിന്നെ നമ്മൾ വന്ന ലൈൻ ആലപ്പുഴ, അതുകൂടാതെ കോട്ടയം. അതുകൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ജംഗ്ഷനിൽ പേര് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ സമയം 8:07. കായംകുളം ജംഗ്ഷനിൽ വണ്ടി എടുത്തു. കന്യാകുമാരി മംഗലാപുരം നേരത്തെ വേണ്ട പോലെ എഴുതി കന്യാകുമാരി ഒരു എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ അത് മൊത്തം ഉള്ളത് ജനറലും സെക്കൻഡ് സീറ്റിങ്ങും പിന്നെ AC ചേർക്കാം. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി എത്തി. ട്രെയിൻ ഒരേ സമയത്ത് വിട്ട് പരശുരാമം നമ്മുടെ ഇൻറ്റർസിറ്റി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് മൺട്രോത്തുരുത്ത്. നമ്മുടെ മുമ്പിൽ മറ്റേ വഞ്ചിനാട് കയറിപ്പോയിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് എറണാകുളത്ത് നിന്ന് വഞ്ചിനാട് കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ കയറിയാലും ഇതിപ്പോൾ വഞ്ചിനാട് മുമ്പിൽ പോയി. വഞ്ചിനാടിന്
ശാസ്താംകോട്ടയാണ് സ്റ്റോപ്പ്, മണ്ണുതീർത്തില്ല. ഇതിന് മണ്ണുതീർത്താണ് സ്റ്റോപ്പ്, ശാസ്താംകോട്ടയില്ല. പിന്നെ കൊല്ലം ജംഗ്ഷൻ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 2 ട്രെയിനും സെയിം സ്റ്റോപ്സ് ഒക്കെ തന്നെ, ട്രിവാൻഡ്രം സെൻട്രൽ വരെ. അങ്ങനെ കരുനാഗപ്പള്ളി വിട്ടു. ഇനി അടുത്തത് മൺട്രോത്തുരുത്ത്. വിട്ടു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം ജംഗ്ഷൻ വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ പോണ റൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തിലുള്ള റൂട്ട്, പിന്നെ സെങ്കോട്ടയിലേക്കുള്ള റൂട്ട് പോകുന്നുണ്ട്. ഏത് നമ്മുടെ പുനലൂർ വഴി. അപ്പോൾ അതുകൊണ്ടാണ് കൊല്ലം ജംഗ്ഷനായിട്ട്. പിന്നെ നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഇങ്ങനെ ഡിലേ ആയിട്ട് കൊല്ലം ജംഗ്ഷനെ. അപ്പോൾ കൊല്ലം ഔട്ടറിൽ പിടിച്ചിട്ടേക്കാണ്. അപ്പോൾ നമുക്കിനി കൊല്ലത്തെത്തുമ്പോൾ കയറുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1. പക്ഷേ ഈ സമയത്ത് മധുരൈ പുനലൂർ എക്സ്പ്രസ് ഉണ്ട്, അത് കൊല്ലം ജംഗ്ഷനിൽ കിടക്കുന്നുണ്ട്. എന്താ പിടിച്ചിടാൻ കാരണം എന്ന് വെച്ചാൽ എന്താ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, അത് പുനലൂരിലേക്ക് പോകുന്ന ലൈനാണ്. അപ്പോൾ കൊല്ലത്തുനിന്ന് ആ വണ്ടി ആ ലൈനിലേക്ക് കയറിയാൽ നമുക്ക് ഇവിടുന്ന് സിഗ്നൽ കിട്ടുള്ളൂ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യാൻ. ഇപ്പോൾ അറ്റത്തുനിന്ന് വന്ന കാണാം, കാണുന്നു പറയില്ല. മധുരൈ പുനലൂർ ചെക്കൻ്റെ തല കാരണം മധുരൈ പുനലൂർ എക്സ്പ്രസ്സാണ് വന്നത്. ആ വണ്ടി ആ ട്രാക്കിലേക്ക് കടന്നിട്ടുണ്ട്. കാരണം നമ്മൾ കൊല്ലം ജംഗ്ഷനിലേക്ക് വരുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് പോകണ പോലെ. അപ്പോൾ അതുകൊണ്ട് അത് അവിടുന്ന് കൊല്ലത്തുനിന്ന് വിട്ടാലാണ് നമുക്ക് ഇവിടെ സിഗ്നൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം കൊല്ലത്തുനിന്ന് വിട്ടു, അതിന് ലൈനിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് സിഗ്നൽ കിട്ടും. നമ്മൾ കൊല്ലം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. സിഗ്നൽ കിട്ടി, വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ വണ്ടി അപ്പുറത്തെ ട്രാക്കിൽ കൂടി പോരും, അത് കാണിച്ചു തരാം. ട്രാക്കിൽ കൂടി പോരും. നമ്മളെ വണ്ടിയും പോയി.
അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ എടുക്കാറായി. പിന്നെ ഇവിടെ എപ്പോഴും ചെയ്യുന്ന പരിപാടിയിൽ തന്നെ ഔട്ടറിൽ പിടിച്ചിട്ടുണ്ട്. ഇത് 9:40 ഷെഡ്യൂൾ ടൈം അനുസരിച്ച് കയറേണ്ടത്. പക്ഷെ ഇന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നല്ലോ ആലപ്പുഴയിൽ നിന്ന്. അപ്പോൾ 10:17 ഇനിയിപ്പോൾ എന്താണോ കാര്യമെന്ന് അറിയില്ല. ഇപ്പോൾ എപ്പോൾ എത്തുമാകും. 5 മിനിറ്റിന് ശേഷം വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മളിപ്പോൾ എത്തും. ഇനിയിപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തുന്ന സമയം കണക്കായതല്ലേ, ലേറ്റായി. അപ്പോൾ നമുക്കിനി ട്രിവാൻഡ്രം സെൻട്രൽ ഏത് പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുന്നതെന്ന് അറിയില്ല. നമുക്കവിടെ എത്തിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഇതിപ്പോൾ പുതിയതായിട്ട് LHB ഒക്കെ കോച്ചാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഈ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യാം. ഓക്കെ. ഇതാണ് എൻ്റെ കോച്ച്. Kanyakumari Pune Express from Kanyakumari to Pune via Kottayam. അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്, ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി എക്സ്പ്രസ് എന്താണ് എല്ലാവർക്കും അറിയാലോ. കുറേ വർഷമായിട്ടുള്ള സർവീസാണ്, അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പുതിയതായിട്ട് LHB ആക്കിയപ്പോൾ ഇതിനു വേണ്ടി സൗകര്യം കൂടി അല്ലേ. പുതിയ കോച്ച് വന്നപ്പോൾ എങ്ങനെയുണ്ട്? പുതിയ കോച്ച് നല്ല കോച്ചായിരുന്നു. സീറ്റ് കിട്ടിയില്ലെങ്കിലും നിന്ന് എൻജോയ് ചെയ്ത് വന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗ്സ് ആദ്യമായിട്ടാണ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് ക്ഷമിക്കുക. ഇങ്ങനത്തെ വ്ളോഗ്സ് ഇനി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഏതൊക്കെ ട്രെയിൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മളെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.